തൃപ്പൂണിത്തുറയിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ പോലീസ് നശിപ്പിച്ചതായി ആരോപണം. പള്ളുരുത്തിയിൽ സ്ഥാപിച്ചിരുന്ന ദീപക് ജോയുടെ പ്രചാരണ ബോർഡ് പോലീസുകാർ നശിപ്പിച്ചതായി UDF പ്രവർത്തകർ കമ്മീഷണർക്ക് പരാതി നൽകി. കൺട്രോൾ റൂം ജീപ്പിലെത്തിയ പോലീസുകാരാണ് ബോർഡ് നശിപ്പിച്ചത് എന്നാണ് ആരോപണം. UDF പ്രവർത്തകർ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. കാണാം. ഷഹബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹബാസ്, പോലീസിന് എന്താ ഇതിൽ കാര്യം? അത് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പോലീസുകാർ ഈ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ UDF പ്രവർത്തകർ ഉയർത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 12:15 കൂടിയാണ് ഈ ജീപ്പിലെത്തിയ പോലീസുകാർ, 6ഓളം പോലീസുകാർ ചേർന്ന് ഈ UDF സ്ഥാനാർത്ഥിയായിരുന്ന ദീപക് ജോയിയുടെ ബോർഡുകൾ, പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു എന്ന പരാതി UDF പ്രവർത്തകർ നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 12:15 കൂടി കൺട്രോൾ റൂമിന്റെ ജീപ്പിലെത്തിയ 6ഓളം പോലീസുകാരാണ് അവിടെ മതിലിൽ കെട്ടിയിരുന്ന ബോർഡ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ UDF പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. പള്ളുരുത്തി കുമ്പളങ്ങി വഴിയിലെ മൈത്രി നഗർ ലൈനിലെ തോംസൺ എന്നയാളുടെ മതിലിൽ കെട്ടിയ ബോർഡാണ് പോലീസുകാർ നശിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. UDF പ്രവർത്തകർ കമ്മീഷണറെയും മറ്റു പോലീസുകാരെയും ഒക്കെ പരാതിയുമായി സമീപിച്ചിട്ടുണ്ട്. ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ UDF പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മതിലിൽ കെട്ടിയ പ്രചാരണ ബോർഡുകൾ എടുത്തു മാറ്റിയത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പോലീസിന്റെ വിശദീകരണം കൂടി ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി 12:15 കൂടിയാണ് ഈ പള്ളുരുത്തി ഭാഗത്തുള്ള UDF സ്ഥാനാർത്ഥിയുടെ ബോർഡ് പോലീസുകാർ എത്തിക്കൊണ്ട് നശിപ്പിച്ചു എന്ന പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ശരി, ഷഹബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. രാത്രി പെട്രോളിങ്ങിനോ മറ്റോ പോയ പോലീസ് സംഘമാണ് എന്നുള്ളതാണ്. രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വഴിയടച്ചുള്ള ഫ്ലെക്സ് ബോർഡോ മറ്റോ അല്ല, മതിലിന് മുകളിലുള്ളതാണ്. എന്തിനാണ് അതിലേക്ക് അത്തരം നീക്കങ്ങളിലേക്കും നടപടികളിലേക്കും പോലീസ് പോയത് എന്നത് സംബന്ധിച്ച വിശദീകരണങ്ങൾ വരേണ്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൽ ആരോപിക്കപ്പെടുക രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ UDF പുറത്തുവിടുകയും ചെയ്യുന്നു.